നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണയ്ക്കെതിരെ യുവേഫ നടപടി എടുത്തിരിക്കുകയാണ്. 10,000 യൂറോ ഫൈനും അതുപോലെ അടുത്ത എവേ മത്സരത്തിന്, ചാമ്പ്യൻസ് ലീഗിലെ എവേ മത്സരത്തിന് ട്രാവലിംഗ് ഫാൻസിന് അയക്കാനും കഴിയില്ല. അതായത് ബാഴ്സലോണ ആരാധകർക്ക് അടുത്ത എവേ മത്സരം കാണാൻ വേണ്ടി പോവാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരു സാങ്ഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കാരണം, കഴിഞ്ഞ മത്സരം 2-1 മൊണാക്കോയോട് FC ബാഴ്സലോണ പരാജയപ്പെട്ടിരുന്നു. ആ കളിക്കിടയിൽ ആരാധകരുടെ ഭാഗത്തു നിന്ന്, അവിടെ എവേ ആരാധകരായിരുന്നു, എവേ സ്റ്റാൻഡിൽ നിന്ന് ചില റേസിസ്റ്റ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായി. അതിന്റെ ഭാഗമാണ് ഈ ഒരു തീരുമാനം എന്നാണ് ഇപ്പോൾ യുവേഫ അറിയിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് കാര്യത്തിലേക്ക് വന്നാൽ, നാസി സിംബോളിസം സ്റ്റേഡ് ലൂയിസ് സെക്കൻഡിൽ, അതായത് ബാഴ്സലോണ വേഴ്സസ് മൊണാക്കോ മത്സരം നടന്ന ആ ഒരു സ്റ്റേഡിയത്തിൽ വെച്ച് ബാഴ്സലോണയുടെ ആരാധകരിൽ ചിലർ ഉയർത്തി കാണിക്കുകയുണ്ടായി. ഇതിനെതിരെയാണ് ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ബാഴ്സലോണയുടെ ആരാധകർക്ക് നവംബർ 6 നടക്കുന്ന അവരുടെ എവേ മത്സരം ക്രെവന ശ്രേഷ്ഠക്കെതിരെ എന്ന് പറഞ്ഞാൽ റെഡ് സ്റ്റാർ ബെൽഗ്രേഡിനെതിരെ ബെൽഗ്രേഡില് നവംബർ 6 നടക്കുന്ന മത്സരം കാണാൻ വേണ്ടി ബാഴ്സലോണയുടെ ആരാധകർക്ക് പോകാൻ കഴിയില്ല. അതിൽ നിന്ന് ബാഴ്സ ആരാധകരെ വിലക്കിയിരിക്കുകയാണ് ഇപ്പോൾ യുവേഫ. അതോടൊപ്പം ക്ലബിന് 10,000 യൂറോയുടെ ഫൈനും ഇട്ടിരിക്കുകയാണ്. വീണ്ടും കൂടുതൽ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ബാഴ്സലോണ will also be prohibited from selling away tickets to one additional UEFA competition match, although that ban is suspended for probationary period of 1 year എന്നുകൂടിയുണ്ട്. അതായത് ഒരു അഡീഷണൽ എവേ മത്സരത്തിന് കൂടി അവർക്ക് ടിക്കറ്റ് സെയിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ ഒരു ബാന് സസ്പെൻഡഡ് ആണ്. ഒരു പ്രൊബേഷണറി പീരീഡ് 1 ഇയർ സമയത്തേക്ക് ആ ഒരു ബാന് സസ്പെൻഡഡ് ആണ്. ഈ ഒരു ഒഫൻസ് ആവർത്തിക്കുകയാണെങ്കിൽ ആ ബാന് ആക്റ്റീവ് ആവുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് യുവേഫയുടെ സ്റ്റേറ്റ്മെന്റ് മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. യുവേഫയുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞെങ്ങനെയാണ്, ബാഴ്സലോണ ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൽ നിന്നുള്ള ഈ ഒരു സാങ്ഷൻ FK ക്രെവന ശ്രേഷ്ഠക്കെതിരെയുള്ള മത്സരത്തിൽ നടപ്പാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ റെഡ് സ്റ്റാർ ബെൽഗ്രേഡിനെതിരെയുള്ള മത്സരത്തിൽ നടപ്പാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഓൾറെഡി ചില ആരാധകർ ഇപ്പോൾ ഈ ഒരു ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ടിക്കറ്റിന്റെ പണം റീഫണ്ട് ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യം കൂടി ഇപ്പോൾ യുവേഫ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ബാഴ്സലോണയുടെ ഭാഗത്ത് നിന്ന് ഇതിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. എലേന ഫോർട്ട്, അതായത് ബാഴ്സലോണയുടെ വൈസ് പ്രസിഡന്റ്, ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഇത് ഡിസ്ഗ്രേസ്ഫുൾ ആണ്. തീർച്ചയായിട്ടും ക്ലബിന്റെ ആരാധകർ എന്ന് പറയുന്ന ചില ആളുകൾ ഇത്തരത്തിൽ പെരുമാറുന്നത് തീർച്ചയായിട്ടും വളരെ നാണം കെട്ട പരിപാടിയാണ്. എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ള ലിമിറ്റ് ഉണ്ട്. ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. ഹൻസി ഫ്ലിക്കിനോട് ഇന്നലെ മാധ്യമങ്ങൾ ഇക്കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എലേന ഫോർട്ട് ഈ കാര്യത്തിൽ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാം അവർ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ കൂടുതൽ എന്തെങ്കിലും പറയേണ്ടതില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള മറുപടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.